അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റസിയയും മുത്തുവും അതാ അറബിയമ്മ ചിലതെല്ലാം കരുതുന്നു. അവരെ പെട്ടെന്ന് തന്നെ അവരുടെ ആഗ്രഹം പോലെ തന്നെ നിക്കാഹ് കഴിപ്പിക്കണം എന്നുള്ള കാര്യം. എന്നാൽ ഈ സമയം ഷാമിൽ ഇപ്പോൾ അതിനെ കൂട്ടാക്കുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, അതെ ബുഷിയെ വളരെയധികം മാസങ്ങൾക്ക് മുമ്പേ കണ്ടിട്ടുള്ളൂ എന്ന് മാത്രമല്ല, ബുഷിയുമായി യാതൊരു ടച്ചും പരിചയവും ഒന്നുമില്ല. അന്ന് അതങ്ങനെ അങ്ങ് കണ്ടു, അന്നങ്ങനെ ഇഷ്ടം തോന്നി. പക്ഷേ പിന്നീട് മനസ്സിൻ്റെ ഉള്ളിലേക്ക് പല പല ചിന്തകൾ കടന്നു വന്നത് കൊണ്ട് തന്നെ അതിൽ പ്രധാനമായും എളാമയുടെ വിഷയം തന്നെയാണ്. എളാമ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളും അതും ഇതും പോരാത്തതിന് ഉപ്പയെ വെറുതെ ബുദ്ധിമുട്ടാക്കുന്നതും ഉപ്പയെ ഭക്ഷണവും വെള്ളം കൊടുക്കാതെ കിടത്തുന്നതും എല്ലാം കൂടി ആലോചിച്ചപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ വിഷമം. അങ്ങനെയാണ് നമ്മുടെ മുത്ത് പറഞ്ഞ പ്രകാരം ഷാമിൽ ഉപ്പയെ കൊണ്ടാക്കുന്നത്. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ഉപ്പ ഒരു വേദനയും അറിയരുത്, ഉപ്പയുടെ ജീവിതത്തിൽ എന്തൊക്കെ സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരിക്കലും ഉപ്പയെ അറിയിക്കരുത് എന്നതായിരുന്നു ഷാമിലിന് നിർബന്ധം. എന്നാൽ ഷാമിലിന് പള്ളി കമ്മിറ്റിയിലെ ആളുകളെല്ലാം നിന്റെ മാതാവ്, അതായത് നിന്റെ എളാമ്മ നിന്റെ ഉപ്പയെ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഷാമിൽ കരഞ്ഞു പറഞ്ഞത് മറ്റൊന്നുമല്ലായിരുന്നു. നിങ്ങൾ എന്ത് വേണമെങ്കിലും എന്നോട് പറയൂ, പക്ഷേ എൻ്റെ പിതാവ് ഒരിക്കലും ഇത് അറിയാൻ പാടില്ല. കാരണം എൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ അസുഖം ഭേദമാകുവാൻ പോയതാണ്. അതുകൊണ്ട് തന്നെ സന്തോഷങ്ങൾ മാത്രം കേൾക്കുവാനും കേൾപ്പിക്കുവാനും മാത്രം ഞാൻ ശ്രമിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത വളരെയധികം ദുഃഖാജനമായ വാർത്തയാണ്. ഇതൊരിക്കൽ പോലും എൻ്റെ പിതാവ് അറിയരുത് എന്ന് പ്രത്യേകമായിട്ട് പറയുകയായിരുന്നു. അതുപ്രകാരം ഉപ്പ ഒന്നും അറിഞ്ഞിട്ടില്ല. ഉപ്പയെ ഒരു വിഷമത്തിലും പെടുത്തരുത് എന്ന് തന്നെയാണ് ഷാമിൽ വിചാരിക്കുന്നതും. അല്ല, ഞാൻ എത്ര വിഷമിച്ചാലും എൻ്റെ മാതാപിതാക്കൾ ഒരിക്കലും വിഷമിക്കാൻ പാടില്ല അല്ല. അങ്ങനെയായിരുന്നു നമ്മുടെ ഷാമിലിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം. അതുകൊണ്ട് തന്നെ ആ ഉപ്പ ഇപ്പോഴും ഹാപ്പിയാണ്. അതെ, വീട്ടിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം തുടങ്ങുകയാണ്. എന്നാൽ അവിടെയുള്ള ആ ഒരു ഹോം നേഴ്സിനെ ഉപ്പ വിളിക്കുന്നു. എന്തൊക്കെ തന്നെയാലും കുറച്ച് ദിവസമായപ്പോൾ ഉപ്പാക്ക് അവരുടെ പേരൊക്കെ അങ്ങ് മനസ്സിലായി തുടങ്ങി. ജുവൈരിയ ഉപ്പ വിളിച്ചു. എന്നാൽ അപ്പുറത്തുള്ള ഹോം നേഴ്സ് പറഞ്ഞു, ആഹാ ഇപ്പം പേരൊക്കെ വിളിക്കലൊക്കെ തുടങ്ങിയല്ലോ അല്ലേ. എന്നാൽ അപ്പോഴേക്കും ജുവൈരിയ ഓടിയെത്തി. എന്താ ഉപ്പ, നിങ്ങൾ എന്താണ് ആവശ്യം, നിങ്ങളുടെ എന്താവശ്യം പറഞ്ഞോളൂ. ജുവൈരിയ, എൻ്റെ കുട്ടിക്കൊന്ന് വിളിക്കണം എനിക്ക്, എൻ്റെ ഷാമിലിനെ. ഓ പോകാനായപ്പോൾ നമ്മളതൊക്കെ ഇപ്പം മറക്കുകയാണല്ലേ നിങ്ങളൊന്നും മറക്കാൻ പറ്റില്ല. നിങ്ങളൊക്കെ ഞമ്മക്ക് അത്രയും ഹെൽപ്പും കാര്യങ്ങളും ചെയ്ത് നമ്മളെ സന്തോഷിപ്പിച്ച് നിർത്തിക്കണ്, എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട്. ഇക്ക, നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കേണ്ട, ഞാനിപ്പോൾ തന്നെ വിളിച്ചു തരാം കേട്ടോ. അപ്പോൾ തന്നെ അതാ ഷാമിലിനെ വിളിക്കുന്നു അവിടുത്തെ ഹോം നേഴ്സ്. വീഡിയോ കോളായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ പെട്ടെന്ന് തന്നെ ഷാമിൽ ഫോൺ എടുത്തപ്പോൾ ആ ഇത്തയുടെ മുഖമായിരുന്നു കണ്ടത്. ഒരു നിമിഷം അവന് മനസ്സിലായി, അതെ ഇത് ആ സ്ഥാപനത്തിൽ നിന്നാണെന്ന്. ഞാൻ ഉപ്പയുടെ അടുത്ത് ഫോൺ കൊടുക്കാം മോനെ, ഇതാ. മോനെ, ഉപ്പാൻ്റെ കുട്ടി എന്നാ വരുന്നത്? ഉപ്പാക്കിപ്പോൾ മാറിയില്ലേ, കണ്ടില്ലേ, കയ്യും കാലും ഒക്കെ ഉഷാറായി, നല്ല രീതിയിൽ നടക്കാനൊക്കെ തുടങ്ങി. ഉപ്പാൻ്റെ കുട്ടി ഇനി എപ്പോഴാ വരിക? വേഗം വരും കുട്ടിയെ, ഒന്ന് കാണണ്ടേ എനിക്ക്, ഉപ്പാൻ നിങ്ങൾക്ക് കാണണ്ടേ നല്ല രീതിയിൽ. ഏതായാലും ഞാൻ വിചാരിച്ചിന് മോനെ, ഒരിക്കൽ പോലും ജീവിതത്തിലേക്ക് ഞാൻ തിരിച്ച് വരില്ല എന്ന്. ഇപ്പം നോക്ക്, ഞാൻ ശരിക്കും നടക്കണ മോനെ, കണ്ടില്ലേ. എന്നാൽ സിസ്റ്ററും അതിൻ്റെ ഇടയിൽ കൂടെ പറയുന്നു, അതെ മോനെ ഷാമിൽ, പിന്നെ ഉപ്പ വളരെയധികം ആക്റ്റീവായിട്ടുണ്ട്, മാഷാ അല്ലാ, എല്ലാം കൊണ്ടു കേട്ടോ. എന്നാൽ സിസ്റ്ററോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട് ഷാമിൽ. അത് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയുന്നില്ല. എൻ്റെ ഉപ്പയെ പഴയ രീതിയിലേക്ക് നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്നല്ലോ. എന്നാൽ ജുവേരിയ അപ്പോൾ തന്നെ പറഞ്ഞത് ഇതായിരുന്നു, പൊന്നു മോനെ, നമ്മൾ പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. അതെ, പടച്ചറബ് അല്ലേ എല്ലാം കാണുന്നവൻ, എല്ലാം ശരിയാകും, റബ്ബുണ്ടല്ലോ മീതേ. ഒരു നിമിഷം ഷാമിൽ ആ പാട്ടിനെ കുറിച്ച് ചിന്തിച്ചു. അതെ, അള്ളാ വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ലല്ലേ. ഒരു നിമിഷം തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയെ ഒന്ന് വാരിപ്പുണരണം എന്നവൻക്ക് തോന്നിപ്പോയി. അതെ, എൻ്റെ ഉപ്പ ചെറുപ്പത്തിൽ എന്നെ ഒരുപാട് കൊഞ്ചിച്ച് എന്നെ നോക്കി കടയിലേക്കും എല്ലാ സ്ഥലത്തേക്കും എന്നെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന എൻ്റെ ഉപ്പ, സ്കൂളിലേക്കും മദ്രസയിലേക്കും ചേർത്തുവാൻ ഉപ്പയുടെ ആ കൈവിരലിൽ തൂങ്ങിക്കൊണ്ട് പോയ ആ ഒരു നിമിഷം, അതെ എപ്പോഴും എൻ്റെ ഉപ്പ
ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എനിക്കൊരുപാട് പലഹാരങ്ങൾ കൊണ്ടുവന്നിരുന്ന എൻ്റെ ഉപ്പ. സത്യം പറഞ്ഞാൽ തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയെക്കുറിച്ച് ഓർത്തപ്പോൾ ഷാമിലിന് വല്ലാത്തൊരു സങ്കടം തോന്നി. എൻ്റെ ഉപ്പ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടതാണ്. അത് ഒരുപാട് മഴയെന്നോ വെയിലെന്നോ അതൊന്നും കാര്യമാക്കാതെ പ്രിയപ്പെട്ട പിതാവ്, ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച പിതാവ്. എല്ലാവരും ഉമ്മയുടെ കവിതകൾ പാടുമ്പോൾ ഈ പിതാവിനെ, കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന പിതാവിനെ കുറിച്ച് ആർക്കും ഒന്നും പറയാനില്ല. പക്ഷെ നമ്മുടെ ഷാമിലിൻ്റെ ഉപ്പ അതെ അങ്ങനെയല്ലായിരുന്നു. എല്ലാ ഉപ്പമാരെയും കുറിച്ച് മക്കൾ ഓരോന്ന് പറയും. അതെ, തൻ്റെ പ്രിയപ്പെട്ട ഉപ്പ. അള്ളാഹുവേ, എൻ്റെ ഉപ്പാക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുക റഹ്മാനെ. എനിക്ക് ഉമ്മയില്ല റഹ്മാനെ. ഉമ്മയെ നോക്കാൻ എനിക്ക് ഏതായാലും കഴിഞ്ഞില്ല റഹ്മാനെ. എൻ്റെ ഉപ്പയെങ്കിലും സംരക്ഷിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് നീ നൽകണം റഹ്മാനെ. ഷാമിൽ പടച്ച റബ്ബിനോട് ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഉപ്പയുടെ കൈകളിലെ ആ ഒരു സ്മെല്ല്, അത് വെയിലും മഴയും കണക്കാക്കാതെ ജീവിതത്തെ നേരിട്ട് നോക്കി പണിയെടുത്ത ഒരാൾ. അതെ, അതാണ് എൻ്റെ ഉപ്പ, ഷാമിലിൻ്റെ ഉപ്പ. മണലാരണ്യത്തിൽ കുറച്ചു കാലം, അത് കഴിഞ്ഞ് നാട്ടിലെ കൂലിപ്പണിയിൽ, കെട്ടിട നിർമ്മാണ സ്ഥലങ്ങളിൽ ഒരു ദിനവും വിട്ടുകൂടാതെ. എന്തിനേറെ, അതെ, ഏതൊരു ഞായറാഴ്ചയാണെങ്കിലും വെള്ളിയാഴ്ചയാണെങ്കിൽ പോലും അതെ, പള്ളിയിൽ പോകുന്നതിന് മുമ്പ് ജോലിയെല്ലാം തീർത്ത് പള്ളിയിലേക്ക് പോകും. അത് കഴിഞ്ഞ് വീണ്ടും ജോലി. ഒരു ദിനവും വിട്ടുകൊടുക്കാതെ പണിയെടുക്കുന്നൊരു സാധാരണ മനുഷ്യൻ. പക്ഷേ ഷാമിലിന് അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനല്ലായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തായിരുന്നു തൻ്റെ ഉപ്പ. ഷാമിൽ ഓർത്തു, അത് ചെറുപ്രായത്തിൽ ആ വീട്ടുമുറ്റത്ത് നോക്കിയിരിക്കും. തൻ്റെ പ്രിയപ്പെട്ട പിതാവ് വരുന്നത് നോക്കി കാറ്റും മഴയും അടിച്ചു വീശുമ്പോഴും ഉപ്പ പഴയ ആ കുടയും ചുരുണ്ട ഷർട്ടും ധരിച്ച് പുറപ്പെട്ടു പോകും. മക്കൾക്ക് വേണ്ടിയല്ലേ എന്ന് പറഞ്ഞ് ഉമ്മയെ ആശ്വസിപ്പിക്കും. ഇക്ക, നിങ്ങളിപ്പോൾ ഈ മഴയത്ത് പോകണോ? എടി, പോകാതിരുന്നാൽ എൻ്റെ കുട്ടിയൊക്കെ തിന്നാൻ കൊടുക്കണ്ടേ? നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ. പോകാതെ ഇവിടെ ഇരുന്നിട്ട് എന്താ? ഞാൻ എൻ്റെ ബുദ്ധിമുട്ട്. ഇക്ക, നിങ്ങൾ അങ്ങനെ പറയില്ലേ. അങ്ങനെ പറഞ്ഞപ്പോൾ എന്താ ഒരവസ്ഥ? അതെ, പനിയൊക്കെ പിടിച്ചാൽ അതിലേറെ വിഷമാവും. എന്നാൽ അവർ പറയും, ഹേയ്, നമുക്ക് പനിയും ഒന്നും പിടിക്കില്ല. കാരണം നമ്മൾ വെയിലും മഴയും കൊണ്ടെങ്കിൽ ശീലായില്ലേ. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും പറ്റൂല എൻ്റെ പെണ്ണെ. ഏതായാലും മക്കളെ നോക്കിയേ, ഞാൻ പോയിട്ട് വരാം. എന്നാൽ വെയിൽ കത്തുമ്പോൾ മണൽ പറക്കുന്ന സ്ഥലത്തു നിന്നും ഉപ്പയുടെ ശരീരം മുഴുവൻ ചൂടിൽ കത്തും. കൈകളിൽ പൊള്ളലുകൾ, കാലുകളിൽ പൊട്ടലുകൾ. എന്നാൽ വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കയ്യിൽ ചെറിയൊരു പാക്കറ്റ് ഉണ്ടാകും. അതെന്നും ഉണ്ടാകും. അത് കാണുമ്പോഴാണ് സമാധാനം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. ആ മുറ്റത്ത് പ്രിയപ്പെട്ട പിതാവ് വരുന്നത് നോക്കി. അധികവും ഷാമിലിന് ഇഷ്ടമുള്ള മിഠായി ആയിരിക്കും, അല്ലെങ്കിൽ സഹോദരിക്ക് ചെറിയൊരു റിബൺ. മക്കൾ കാത്തിരിക്കും. വീട്ടുവളപ്പിൽ നിന്ന് പാതയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. ദൂരെയായി ഉപ്പയുടെ ആ നടപ്പ് കണ്ടാൽ സന്തോഷം നിറയും. എന്നാൽ ഷാമിൽ ഓർത്തു, ഉപ്പ വീട്ടിലെത്തുമ്പോൾ വിയർപ്പിൻ്റെ മണവും മണൽപ്പൊടിയുടെ അല്ലെങ്കിൽ ചെങ്കല്ലിൻ്റെ മണവും ഉണ്ടാകും. പക്ഷേ ഷാമിലിന് ആ മണം സ്വർഗത്തിൻ്റെ മണമെന്ന പോലെ തോന്നും. അവൻ ഓടിച്ചെന്ന് ഉപ്പയെ ചേർത്ത് പിടിക്കും. എന്നാൽ ഉപ്പ പറയും, മക്കളെ, ഉപ്പാൻ്റെ മേത്ത് വേർപ്പും ചളിയും പൊടിയൊക്കെ ഉണ്ടാവും, ഒന്ന് കുളിച്ചു വരട്ടെ ഉപ്പ. എന്നാൽ ഷാമിലിന് അതൊന്നുമല്ലായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഉപ്പ ഏത് വേഷത്തിലാണെങ്കിലും അവൻ പോയി കെട്ടിപ്പിടിക്കുമായിരുന്നു. എന്നാൽ ചോദിക്കും, ഉപ്പച്ചി ഇന്നെന്താ കൊണ്ടുവന്നത്? ഉപ്പ ചിരിക്കും, മോനെ, നിനക്ക് ഇഷ്ടമുള്ളത് ഉപ്പ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ചിരിയിലുണ്ടായിരുന്ന സ്നേഹം, ആ പണിയിലുണ്ടായിരുന്ന ത്യാഗം. ഷാമിൽ അതിൻ്റെ വില അന്ന് മനസ്സിലാക്കിയില്ല. ഇപ്പോഴാണ് അതിനെക്കുറിച്ചെല്ലാം, ഉപ്പ സുഖമില്ലാതെ കിടപ്പിലായപ്പോഴാണ് ഉപ്പയുടെ വില അറിയുന്നത്. അതെ, ഉമ്മ ഉള്ള കാലം ഉമ്മയാണെങ്കിൽ അങ്ങനെ അങ്ങ് പോയി. എന്നാൽ ഉപ്പ, പക്ഷെ ഉപ്പയെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കണം എന്ന് തോന്നിയത് എളാമ നഷ്ടപ്പെട്ടപ്പോഴാണ്. എളാമ ഉപ്പയെ ഉപേക്ഷിച്ചു എന്നറിഞ്ഞപ്പോൾ മുതലാണ് ഷാമിലിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത സങ്കടം. എന്തൊക്കെ തന്നെയായാലും ഉപ്പ അവിടെ സ്ഥാപനത്തിൽ നിന്ന് ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ എളാമ്മ സന്തോഷത്തോടെ അവരെ സ്വീകരിക്കും എന്നായിരുന്നു വിചാരിച്ചത്. കാരണം ഉപ്പ ആരോഗ്യവാനായല്ലോ എന്ന് കരുതിയിട്ട്. എന്നാൽ അപ്പോഴേക്കും അവർ അങ്ങനെ ചെയ്തത് ഞാൻ ഒരിക്കലും മനസ്സിൽ പോലും വിചാരിച്ചില്ല. അല്ലെങ്കിൽ തെറ്റ് ചെയ്തതായിട്ട് ഞാൻ അറിഞ്ഞു. റബ്ബേ,
ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചെന്ന് എൻ്റെ ഉപ്പ എങ്ങനെ ഇതറിഞ്ഞാൽ ഒരു പക്ഷേ അവർ പോയത് നന്നായി എന്ന് വിചാരിക്കും. പക്ഷേ എൻ്റെ ഉപ്പ ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ഉത്തരം പറയും ഉപ്പാനോട്? എന്ത് മറുപടി ഞാൻ കൊടുക്കും റബ്ബേ? അതിനെക്കുറിച്ച് ശരിക്കും ആശങ്കയിലായിരുന്നു നമ്മുടെ ഷാമില്. എന്നാൽ അറബിയുമ്മ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ഷാമിൽ പഴയ പ്രസരിപ്പില്ല. അറബിയുമ്മ ഷാമിലിനെ വിളിപ്പിച്ചു. ഷാമിൽ. അതെ, അവൻ കൊച്ചുകുട്ടിയെപ്പോലെ അറബിയുമ്മയുടെ മുമ്പിൽ തല താഴ്ത്തി നിന്നു. എന്തു പറ്റി ഷാമിൽ? എന്താ? ഹംദ എന്ന് പേരുള്ള പെൺകുട്ടിയെ രക്ഷിച്ചത് നീയായിരുന്നു. അത് നീ മറന്നോ? നിനക്ക് കാണണ്ടേ അവരെയൊക്കെ? ഹംദയൊക്കെ നീ മറന്നു പോയോ? അത്രക്കും ത്യാഗം സഹിച്ച് നീ ഇവിടം വരെ അവരെ എത്തിച്ചിട്ട് അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുത്തിട്ട് എന്താ ഷാമിൽ നീ ഇങ്ങനെ? സത്യം പറഞ്ഞാൽ ഷാമിലിൻ്റെ മുഖത്തെ ആ ഒരു വാട്ടം കണ്ടപ്പോൾ അറബിയുമൊക്കെ തന്നെ സംശയം തോന്നിയിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും ഈ ഒരു കഥ ആരോടും പറയരുത് എന്ന് ഷാമിലും വിചാരിച്ചിരുന്നു. എൻ്റെ ദുഃഖം അള്ളാഹുവിനോട് ഞാൻ പറയും, അല്ലാതെ പടപ്പുകളോട് ഒരിക്കലും റബ്ബെ പറയാനുള്ള വിധി നീ വരുത്തല്ലേ അല്ലാ എന്നായിരുന്നു അവൻ പ്രാർത്ഥിച്ചിരുന്നത്. എന്നാൽ എല്ലാത്തിനും വളരെയധികം സഹായം നൽകുന്ന, അത് എല്ലാ കാര്യത്തിലും പ്രശ്നം പരിഹരിക്കുന്ന അറബിയുമ്മയാണ് തൻ്റെ മുമ്പിൽ നിന്ന് ചോദിക്കുന്നത്. ഷാമിൽ, പറയൂ മോനെ, എന്ത് പറ്റി? നല്ലൊരു പാർട്ടിയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നീ ഇങ്ങനെ വിഷാദമായ രീതിയിൽ നിൽക്കുമ്പോഴേ എനിക്ക് സന്തോഷമില്ല മോനെ. എന്തു പറ്റി? സത്യം പറഞ്ഞാൽ ഷാമിലിൻ്റെ ആ ഒരു ഏകാന്തമായ നിമിഷങ്ങളിലേക്ക് പെട്ടെന്നതാ അജ്മൽ കടന്നു വരുന്നു. ഷാമിൽ, എന്താ ഷാമിൽ? നിന്നെ കണ്ടപ്പോൾ മുതൽ തന്നെ നിനക്ക് എന്തോ ഒരു ഒന്നുമില്ല അജ്മൽ, നിങ്ങൾ ഹാപ്പിയല്ലേ? അൽഹംദുലില്ലാ. അതെ, ഒരു കാര്യം പറയാനുണ്ട് സ്പെഷ്യലായിട്ട്. അത് ഉമ്മുൽ ഖൈറിനോടൊന്ന് പറയണം കേട്ടോ, ഇൻഷാ അല്ലാ. ശരിക്കും ഷാമിലിൻ്റെ മനസ്സിൽ അത് കേട്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി. അത് എന്തായിരിക്കും അത്? എന്നാൽ ചെറിയൊരു പുഞ്ചിരിയോടെ അജ്മൽ അവൻ്റെ തോളിൽ കൈവച്ചിട്ട് പറഞ്ഞു, എടാ ഞങ്ങളതൊക്കെ റെഡിയായി, ഇതാ കുഞ്ഞുങ്ങളാകാൻ പോകുന്നു. അല്ല ഷാമിൽ, എന്താ നിൻ്റെ പ്ലാനിങ്? എന്നാൽ അജ്മലിനോട് പറഞ്ഞു, അജ്മൽ ഇൻഷാ അല്ലാ അത് കുറച്ചുകൂടെ എനിക്ക് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടടാ. അല്ലാതെ നമ്മൾ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചിട്ട് അവൾക്ക് സമയം കൊടുക്കാതെ അവളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അതെ, എൻ്റെ കുറച്ച് തിരക്കുകൾ അതങ്ങ് കഴിയട്ടെ ഇൻഷാ അല്ലാ. ആ ഒരു ഉപ്പയെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു തൻ്റെ പിതാവിൻ്റെ കാര്യം. പിതാവ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വരുമ്പോൾ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ചില ചിന്തകളായിരുന്നു അവൻ ആഗ്രഹിച്ചത്. ഇൻഷാ അല്ലാ അറബിയമ്മയോടും കാര്യങ്ങളെല്ലാം പറയണം. എന്നാൽ അറബിയമ്മ വീണ്ടും അവനെ വിളിപ്പിച്ചു. ഷാമിൽ മോനെ, മോൻ്റെ മനസ്സിൽ എന്തുണ്ടെങ്കിലും തുറന്ന് പറയൂ മോനെ. എന്നാൽ ഷാമിൽ കഥ പറയുകയാണ്. അറബിയമ്മ, ഞാൻ ഈ കഥ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കൽ പോലും അത് വിശ്വസിക്കാൻ കഴിയില്ല. അവൻ്റെ കഥകൾ പറഞ്ഞു. എന്നാൽ ഒരിക്കൽ പോലും എളാമ അങ്ങനെ അതൊന്നും പറഞ്ഞില്ല. കാരണം ആരെങ്കിലും ഒരാളുടെ ഒഴിവ് മറച്ചു വെച്ചാൽ അള്ളാഹു അവരുടെ 1000 ഒഴിവ് മറച്ചു വെക്കുമെന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരാൾ ഉള്ളത് പറയുന്നതും ഇല്ലാത്ത പറയുന്നതും അത് റീബത്തും നമീമത്തൊക്കെയാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ പിതാവിനെ കുറിച്ച് മാത്രം അവൻ പറഞ്ഞു. അറബിയമ്മ, എൻ്റെ ഉപ്പ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വരുന്നുണ്ട്. ഉപ്പ എന്നെ കൊണ്ടുവരാൻ വേണ്ടി വരാനും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അറബിയമ്മ ആ നിമിഷം തന്നെ പറഞ്ഞു, മോൻ പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. ഞാൻ അതിനോട് 100% യോജിക്കുന്നു. എന്തൊക്കെ തന്നെയാലും ഇന്നത്തെ നോമ്പുതുറ കഴിഞ്ഞിട്ട് പൊന്നുമോൻക്ക് പോകാം. കാരണം ഒരു പിതാവെന്ന് വെച്ചാൽ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വാങ്ങാൻ കിട്ടാത്തതാണ്. നമുക്ക് വാങ്ങാൻ കിട്ടും, ഇഷ്ടം പോലെ ഭാര്യമാരെ കിട്ടും, ആര് വേണമെങ്കിലും കിട്ടും. പക്ഷേ മാതാപിതാക്കൾ, അവരെ മാത്രം ഈ ദുനിയാവിൽ വാങ്ങാൻ കിട്ടില്ല മോനെ. അത് എത്രയൊക്കെ തന്നെ ക്യാഷ് കൊടുത്താലും അവരുള്ള കാലം സ്വർഗമാണ്. അവർ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥം തന്നെ ഇല്ലാതായി. അതുകൊണ്ട് പൊന്നു മോനെ, പിതാവിൻ്റെ കാര്യമായതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല. കാരണം എൻ്റെ തലാൽ 1 വയസ്സുള്ള തൻ്റെ പ്രിയപ്പെട്ട പൊന്നു മോനെ ഉപേക്ഷിച്ച് എൻ്റെ കൈകളിൽ ഏൽപ്പിച്ച് തലാലിൻ്റെ പിതാവ് വിട പറഞ്ഞപ്പോൾ അതിൻ്റെ വേദന ഞാൻ അനുഭവിച്ചതാണ്. ഉപ്പയില്ലാത്ത എൻ്റെ കുട്ടി വളർന്നപ്പോഴും ഞാനതൊരുപാട് സഹിച്ചതാണ്. എൻ്റെ പൊന്നു മോൻ തലാൽ. അതെ പൊന്നു മോനെ ഷാമിൽ, നിനക്ക് ഉപ്പയുണ്ടല്ലോ. ഉപ്പ ഉള്ള കാലം അവരെ നല്ല രീതിയിൽ സ്നേഹിക്കുക, അവർക്ക് നല്ല രീതിയിൽ സന്തോഷങ്ങൾ നൽകുക, അവരെ വിഷമിപ്പിക്കരുത്. അത് മാതാപിതാക്കൾ അങ്ങനെയാണ്. അവരുടെ ഗുരുത്വവും പൊരുത്തവും കിട്ടിക്കഴിഞ്ഞാൽ
അത് നമ്മൾ രക്ഷപ്പെട്ടു മക്കളെ. അവരുടെ പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത്. എന്തൊക്കെ തന്നെയാലും അവരെ നല്ല രീതിയിൽ നമ്മൾ സന്തോഷിപ്പിക്കുക. അതെ, പൊന്നുമോന് ഉമ്മയില്ലല്ലോ. ഇല്ല ഉമ്മ, ഉമ്മ നഷ്ടപ്പെട്ടു. സാരല്ല, ഉപ്പ ഉണ്ടല്ലോ. മോൻ ഉപ്പയെ നല്ല രീതിയിൽ സംരക്ഷിക്കുക തന്നെ വേണം കേട്ടോ. എന്നാൽ അറബി ഉമ്മയോട് ഉപ്പയുടെ കൂടെ ഉപ്പയുടെ ഭാര്യയായ എളാമയില്ല എന്നുള്ള കാര്യം ഷാമിൽ പറഞ്ഞില്ല. വേണ്ട, എന്തിനാണ് റഹ്മാനെ എല്ലാം പറയുന്നത് എന്ന് മനസ്സിൽ വിചാരിച്ചു. എന്തൊക്കെ തന്നെയാലും ഷാമിലിന് പോകുവാനുള്ള സെറ്റപ്പ് എല്ലാം അറബിയുമ്മ തന്നെ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ മോനെ ഇഫ്താർ കഴിഞ്ഞിട്ട് മോൻ പോയാൽ മതി. എന്തൊക്കെ തന്നെയാലും പിന്നെ റസിയുടെയും മുത്തുവിൻ്റെയും കാര്യം ഞാൻ നോക്കിക്കോളാം. ആ കാര്യത്തിൽ മോന് വിഷമിക്കേണ്ട കേട്ടോ. പിതാവിനെ കൊണ്ടുവരാൻ പോയിക്കോളൂ, അതിന് ഞാൻ ഒരിക്കലും തടസ്സമല്ല. പിന്നെ മോൻ്റെ മേഡം, അതെ ഉമ്മുൽ ഖൈർ, അവർ കൂട്ടിക്കൊണ്ടുവരണം ഇവിടേക്ക്. എന്നിട്ട് ഇൻഷാ അല്ലാ. പക്ഷേ അവർ വിടുമോ എന്നുറപ്പില്ല എനിക്ക്. അറബിയുമ്മ, ഞാൻ പോട്ടെ. ഉമ്മുൽ ഖൈർ ഉമ്മയുടെ അടുത്തേക്ക് ഞാൻ പോയിട്ട് അവരോട് യാത്ര പറഞ്ഞിട്ട് തിരിച്ച് പോയിക്കോളാം ഞാൻ. എന്താ, അവരെ വിടാൻ ചാൻസ് ഇല്ല. എന്താ, അവന് വീണ്ടും തുടങ്ങിയോ അവൻ്റെ ഇളക്കം? അതെ, അറബി അല്പം ക്രൂരനായിട്ടുണ്ട്. ഉമ്മുൽ ഖൈറിനെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ട് അവരെ വിടാൻ ചാൻസ് ഇല്ല. സാരമില്ല, അങ്ങനെയുള്ള കുറച്ച് ആളുകളുണ്ട്, ഭാര്യമാരെ ഭരിക്കുന്നവരും ഉപദ്രവിക്കുന്നവരും. ഒരിക്കൽ പോലും ഇസ്ലാം അത് അനുവദിക്കുന്നില്ല. ഭാര്യയ്ക്ക് ഇസ്ലാമിൽ നല്ല സ്ഥാനമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അവളെ സംരക്ഷിക്കണമെന്നതാണ്. എന്നിട്ടിപ്പോ എന്താണിപ്പോൾ ഇത്? ശരിക്കും അറബിയുമ്മ ആദ്യമൊക്കെ ഒരു ക്ലാസ് കൊടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ തലാലിൻ്റെ വൈഫായാലും അജ്മലിൻ്റെ വൈഫും നൂർ ഫാത്തിമയും എല്ലാവരും ഒരുമിക്കുമ്പോഴും സിനാനും മുഹ്സിനയും അവരൊക്കെ ഒരുമിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ അറബിയുമ്മ ആ കാര്യം അവർക്കായിട്ട് പറയുകയാണ്. മക്കളെ, നിങ്ങൾ എന്തൊക്കെ തന്നെയല്ലേ ഒരിക്കൽ പോലും നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ വേദനിപ്പിക്കരുത് കേട്ടോ. നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ച അമാനത്ത് സ്വത്താണ് അവർ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് വേണ്ടി ചെറിയൊരു കഥ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഒരിക്കൽ പോലും നിങ്ങളുടെ ഭാര്യമാരെ ആവശ്യമില്ലാതെ വേദനിപ്പിക്കരുത്. തെറ്റ് കണ്ടാൽ തന്നെ അവരെ നല്ല രീതിയിൽ ഉപദേശിക്കുക. ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം വെച്ച് ഒരു കഥ പറഞ്ഞു തരാം. എല്ലാവരും അത് ആകാംക്ഷയോടെ കേട്ടുകൊണ്ടിരുന്നു. ചെറിയൊരു ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ദമ്പതികൾ റാഷിദും ആയിഷയും. വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷം മാത്രമേ ആയിരുന്നുള്ളൂ. പക്ഷെ അവരുടെ ജീവിതം പഠിപ്പിക്കുന്ന പാഠങ്ങൾ ഏറെ ആഴമുള്ളതായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട പൊന്നു മക്കളെ, നിങ്ങളിത് കേൾക്കണം കേട്ടോ. ഒരു ഭാര്യ എത്രമാത്രം സംരക്ഷിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് റാഷിദ് എന്ന ആ ഒരു ചെറുപ്പക്കാരനായ യുവാവ്. വിവാഹത്തിൻ്റെ ആദ്യ രാത്രിയിൽ റാഷിദ് ആയിഷയോട് മൃദുവായി പറഞ്ഞു, ആയിഷ, നീ ഇനി എൻ്റെ വീട്ടിലെ ഒരാൾ മാത്രമല്ല, നീ എൻ്റെ അമാനത്താണ്. അള്ളാഹു എന്നെ ഏൽപ്പിച്ച വിശ്വാസം. ആ വാക്കുകൾ ആയിഷയുടെ മനസ്സിൽ പതിഞ്ഞു. ഇസ്ലാമിൽ ഭർത്താവിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് റാഷിദ് ഏറെ പഠിച്ചവനായിരുന്നു. അവനൊരിക്കൽ മസ്ജിദിലെ ദർസിൽ പോയ വ്യക്തിയായിരുന്നു. അന്ന് കേട്ടിരുന്നു തൻ്റെ ഉസ്താദ് തന്നെ പഠിപ്പിച്ച ആ കാര്യം. മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് മക്കളെ കേൾക്കണേ. അത് നിങ്ങളൊക്കെ നിങ്ങളുടെ ഭാര്യമാരെ നല്ല രീതിയിൽ പെരുമാറണം കേട്ടോ. അവരോട് നിങ്ങളിൽ ഏറ്റവും നല്ലവൻ തൻ്റെ കുടുംബത്തോട് ഭാര്യയോട് നന്നായിട്ട് പെരുമാറുന്നവനാണെന്നാണ്. എന്നാൽ ശരിക്കും അവർ എല്ലാവരും മുഖത്തോട് മുഖം നോക്കി. ആ വാക്കുകൾ ശരിക്കും നമ്മുടെ കഥാപാത്രമായ റാഷിദിൻ്റെ ജീവിത മന്ത്രമായി. അതെ, അത് ഉസ്താദ് പഠിപ്പിച്ചു തന്ന ആ കഥ ശരിക്കും അവൻ്റെ മനസ്സിൽ വല്ലാതെ അങ്ങ് തട്ടി. അങ്ങനെ റാഷിദ് ഒരു സാധാരണ തൊഴിലാളിയായിരുന്നു കേട്ടോ. വെയിലിലും മഴയിലും എല്ലാം ജോലി ചെയ്ത് ശമ്പളം വളരെ കൂടുതലല്ല, കുറഞ്ഞ രീതിയിലുള്ള ശമ്പളം. പക്ഷെ ഒരിക്കൽ പോലും വീട്ടു ചെലവിൽ കുറവുണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഭാര്യയ്ക്ക് വേണ്ടതെല്ലാം കൊണ്ടുവന്ന് കൊടുക്കും. ഒരു ദിവസം ആയിഷ പറഞ്ഞു, എൻ്റെ ഇക്ക, നിങ്ങൾ ഇത്ര കഷ്ടപ്പെടണ്ട, കുറച്ച് വിശ്രമിക്കേ. എന്തിനാ എന്നും ഇങ്ങനെ പോകുന്നത്, മഴയും വെയിലും ഒക്കെ വകവെക്കാതെ? എന്നാൽ റാഷിദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആയിഷ, നിനക്കുള്ള ഭക്ഷണം, വസ്ത്രം, താമസം അതെൻ്റെ ഉത്തരവാദിത്തമാണ്. അത് ഇബാദത്താണ് എൻ്റെ ആയിഷ. ഇസ്ലാമിൽ ഭാര്യയുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നത്
ഭർത്താവിൻ്റെ കടമയാണ്. അത് ദാനമല്ല, ഉപകാരമല്ല, അത് കടമയാണ്. അത് നിർവഹിച്ചേ പറ്റൂ. എന്നാൽ അത് മാത്രല്ല കേട്ടോ, നമ്മൾ അവർക്ക് വേണ്ട ഭക്ഷണം, വസ്ത്രം അതെല്ലാം കൊണ്ടുപോയി കൊടുത്തു. പക്ഷേ മാനസികമായിട്ടും നമ്മൾ അവരെ സംരക്ഷിക്കണം. എന്ന് വെച്ചാൽ എന്താ, മനസ്സിലായോ? ആരൊക്കെ തന്നെ മനസ്സുകൊണ്ട് നമ്മുടെ ഭാര്യമാരെ വേദനിപ്പിക്കുകയാണെങ്കിലും നമ്മളത് തിരുത്തി മാറ്റി കൊടുക്കണം. അറബിയുമ്മയുടെ ക്ലാസ് തുടർന്നു. എന്നിട്ടേ ഒരു ദിവസം ആയിഷയുടെ വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ്. ചിലർ അവളെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. അവൾ ഒരുപാട് വിഷമിച്ച് കരഞ്ഞുപോയി. കാരണം തൻ്റെ ഭർത്താവ്, പ്രിയപ്പെട്ട ഭർത്താവ് അത്ര സ്നേഹത്തോടെ എന്നെ നോക്കുന്നതാണ്. അതിനിടയിലേക്ക് ഇങ്ങനൊരു സംഭവം വന്നപ്പോൾ അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ സമയം റാഷിദ് അവളെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചില്ല. എല്ലാവരും കുറ്റപ്പെടുത്തിയപ്പോഴേക്കും അവൻ മൗനം പാലിച്ചു. പകരം അവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞു, ആയിഷ, നിനക്കെതിരെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല, ഞാനുണ്ടല്ലോ നിന്റെ കൂടെ. പിന്നെ നിനക്കെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ ആദ്യം നിന്നെ വിശ്വസിക്കും. നീ പറയുന്നതാണ് ശരിയെന്ന് ഞാൻ വിശ്വസിക്കും, എന്നിട്ട് മറ്റത് വിശ്വസിക്കൂ, ഉറപ്പ്. അത് ആയിഷയ്ക്ക് വലിയ ആശ്വാസമായിരുന്നു. ഭാര്യയുടെ മാനവും ആത്മാഭിമാനവും സംരക്ഷിക്കുന്നത് ഭർത്താവിൻ്റെ വലിയ ഉത്തരവാദിത്വം തന്നെയാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, എന്നോട് പറയാനുള്ളത്, പല സമയങ്ങളിലും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് നിസ്കരിക്കുന്ന അവസ്ഥ. അതെ, അതിപ്പോൾ പള്ളിയിൽ എത്താത്ത സിറ്റുവേഷൻ, അല്ലെങ്കിൽ വല്ല ബുദ്ധിമുട്ടുകൾ കൊണ്ടോ കാരണങ്ങൾ കൊണ്ടോ വീട്ടിൽ നിസ്കരിക്കുന്ന ആ സമയം. അങ്ങനെ അതാ നമ്മുടെ റാഷിദ് സുബഹി നമസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ അതാ ആയിഷയെയും മൃദുവായി വിളിക്കും, മോളെ ആയിഷ, എഴുന്നേൽക്ക്, തഹജ്ജുദിന് സമയമായി. അവൾ ചാടിപ്പിടഞ്ഞെഴുന്നേൽക്കും. എല്ലാം വൃത്തിയും ഭംഗിയോടു കൂടിയും വസ്ത്രങ്ങൾ ധരിച്ച് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ കൂടെ അല്ലെങ്കിൽ ഭാര്യയുടെ കൂടെ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്ന ആ ഒരു സംഭവം. അന്ന് അതാ നമ്മുടെ റഷീദ് പറയാണ്, ആയിഷ, നമുക്കിന്ന് ഒരുമിച്ച് നമസ്കരിക്കാം. അവനൊരിക്കലും ബലമായി പറഞ്ഞില്ല, സ്നേഹത്തോടെ പ്രോത്സാഹിപ്പിച്ചു. റമദാനിൽ ഒരുമിച്ച് നോൽമ്പ് നോൽക്കലും ഖുർആൻ പാരായണം ചെയ്യലും വീട്ടിൽ ദിക്റുകൾ നിറഞ്ഞ അന്തരീക്ഷം സൃഷ്ടിക്കലും എല്ലാം അവൾ അതിനിടയ്ക്ക് കഴിച്ചു. ഭാര്യ ദീൻ വഴിയിൽ നയിക്കുന്നത് നിയന്ത്രണം കൊണ്ടല്ല, സ്നേഹവും മാതൃകയും കൊണ്ടാണ്. ശരിക്കും അവന് വല്ലാത്ത സന്തോഷമായി. റഹ്മാനെ, ഞാൻ സ്നേഹത്തോട് ഉപദേശിക്കുമ്പോൾ അവൾ എത്രമാത്രം സുന്ദരമായാണ് അനുസരിക്കുന്നത്. മക്കളെ, അത് ഏറ്റവും നല്ല രീതിയിൽ ഭാര്യയോടും ഭർത്താവിനോട് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരിച്ച് ജീവിക്കാം. എങ്കിൽ ജീവിതത്തിൽ വിജയം ഉണ്ടാകും. എന്നാൽ നമുക്ക് ആ സ്റ്റോറിയിലേക്ക് പ്രവേശിക്കാട്ടോ. അങ്ങനെ ഒരു രാത്രി വൈദ്യുതി പോയി, കറണ്ട് പോയി. പുറത്തു നിന്ന് ശബ്ദം കേട്ടു. ശരിക്കും ആയിഷ പേടിച്ചു. എന്നാൽ റാഷിദ് അപ്പോൾ തന്നെ എഴുന്നേറ്റ് പുറത്തു പോയി പരിശോധിച്ചു. എന്തിനാ ആയിഷ നീ ഭയപ്പെടുന്നത്? ഞാനില്ലേ നിനക്ക്. ഞാൻ ഉണ്ടാവുമ്പോൾ ഒരു കുട്ടിയും ഇങ്ങോട്ട് വരൂല. ആ ഒരു വാക്ക്, അതെ, ഞാനുണ്ടല്ലോ. ഭാര്യയ്ക്ക് ഏറ്റവും വലിയ സുരക്ഷയാണ് ആ ഒരു വാക്കിലൂടെ ലഭിക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ, അതെ, നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ കോപം വരുന്നത് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൂടുതലായിട്ടും നമ്മൾ കരുതുമ്പോഴാണ്. എന്നാൽ ഒരിക്കലേ ചെറിയൊരു തർക്കം ഉണ്ടാകണം നമ്മുടെ ആയിഷ ആകെ ദേഷ്യപ്പെട്ടു, സങ്കടപ്പെട്ടു. റാഷിദ് പ്രതികരിക്കാൻ ശ്രമിച്ചില്ല. കാരണം ആ സമയത്ത് ഒരുപക്ഷെ റാഷിദ ആയിഷയോടത് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവർ തമ്മിൽ വലിയൊരു പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ റാഷിദ് പ്രതികരിക്കാൻ ശ്രമിക്കാതെ, ദേഷ്യമുണ്ട്, സങ്കടമുണ്ട്, പെട്ടെന്ന് ഉലൂഹ ചെയ്യുവാൻ വേണ്ടി പോയി. നിങ്ങൾക്ക് ദേഷ്യമുണ്ടാകുമ്പോൾ നിങ്ങൾ ഉലൂഹ ചെയ്യുക എന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ ഉലൂഹ ചെയ്ത് നമസ്കരിച്ചു. ശേഷം പറഞ്ഞു, നമ്മൾ ഷെയ്ത്താനെ സന്തോഷിപ്പിക്കണ്ട. ഇത് ആയിഷയെ ശാന്തയാക്കി. കോപത്തിൻ്റെ സമയത്ത് ഭാര്യയെ വാക്കുകളാൽ വേദനിപ്പിക്കാതിരിക്കുക, അതും സംരക്ഷണമാണ്. മനസ്സിലായില്ലല്ലോ? അങ്ങനെ ഒരു ദിവസം റാഷിദിൻ്റെ ബന്ധുക്കൾ ആയിഷയെക്കുറിച്ച് ചില വിമർശനങ്ങൾ പറഞ്ഞു. റാഷിദ് തുടർന്ന് പറഞ്ഞു, അവൾ എൻ്റെ ഭാര്യയാണ്. അവൾ അഭിമാനിക്കുന്നത് എന്നെ അഭിമാനിക്കുന്ന പോലെയാണ്. അവൻ മാതാപിതാക്കളോട് ആദരവോടെ സംസാരിച്ചു, പക്ഷെ ഭാര്യയുടെ മാനത്തെ സംരക്ഷിച്ചു. ഇതാണ് ഇസ്ലാമിക സന്തുലനാവസ്ഥ. മനസ്സിലായല്ലോ? അപ്പോൾ എല്ലാവരും നിങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കണം. പിന്നെ ആയിഷക്ക് ഇതിനിടയിൽ ഒരു ഗുരുതരമായ അസുഖം വരികയാണ് കേട്ടോ. റഷീദ് ജോലി ഒഴിവാക്കി ആശുപത്രിയിൽ ഒപ്പം നിന്നു. മരുന്ന് കൊടുത്തു, ഭക്ഷണം കൊടുത്തു. ആയിഷ കരഞ്ഞു പറഞ്ഞു, ഇത്രയും ഞാൻ അർഹിക്കുന്നുണ്ടോ എൻ്റെ പ്രിയപ്പെട്ടിക്ക?
റാഷിദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ എൻ്റെ ഭാര്യയാണ്, നിന്റെ വേദന എൻ്റെ വേദനയാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഭാര്യയെ സാമ്പത്തികമായിട്ട് സംരക്ഷിക്കണം, മാനസികമായിട്ട് പിന്തുണയ്ക്കണം, ദീൻ വഴിയിൽ നയിക്കണം, ശാരീരിക സുരക്ഷ നൽകണം, രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കണം, മാനവും ആത്മാഭിമാനവും സംരക്ഷിക്കണം, സ്നേഹത്തിലും കരുണയിലും ജീവിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഭാര്യ ഒരു ഭാരമല്ല, അവളൊരു അമാനത്താണ്, അവളൊരു അനുഗ്രഹമാണ്. ഭർത്താവ് അവളെ സംരക്ഷിക്കുമ്പോൾ അവൻ അവളുടെ ഹൃദയം മാത്രമല്ല തൻ്റെ ആഹാരവും സംരക്ഷിക്കുന്നു. അറബിയമ്മയുടെ വാക്കുകൾ കേട്ട് ശരിക്കും അവരെല്ലാവരും ഞെട്ടിപ്പോയി. മാഷാ അല്ലാ, ഇത്രയധികം അറബിയമ്മ എത്ര പെട്ടെന്ന് സെറ്റാക്കി എന്നുള്ള കാര്യത്തിലായിരുന്നു എല്ലാവർക്കും അത്ഭുതം. അതെ, പെട്ടെന്ന് മാഷാ അല്ലാ, അള്ളാഹു അവർക്ക് കനിഞ്ഞരുളിയ ഒരു കഴിവ് തന്നെയാണ് അത്. ഷാമിലെല്ലാം കേട്ടു. പാവം തൻ്റെ പ്രിയപ്പെട്ട ഉമ്മുൽ ഖൈർ എത്രമാത്രം വേദന പ്രഹരങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അള്ളാഹുവേ, അവർ ജീവനുണ്ടോ ജീവയില്ലേ ഒന്നും അറിയില്ല. പടച്ച റബ്ബേ, അവർക്ക് നീ സംരക്ഷണം കൊടുക്ക്. ഷാമിലിന് ഉമ്മുൽ ഖൈറിനെ കുറിച്ച് മാത്രമായിരുന്നു ചിന്ത. അതെ, ഒരു മാതാവിൻ്റെ സ്നേഹം തരുന്ന ഒരു ഉമ്മയാണ് അത്. അങ്ങനെ അതാ ഷാമിൽ നേരെ അതാ ഉമ്മുൽ ഖൈറിൻ്റെ വീട്ടിലേക്ക് പുറപ്പെടുവാനുള്ള തിരക്കിലാണ്. എല്ലാവരും ഒരുമിച്ച് നോമ്പ് തുറക്കുന്ന തിരക്കിൽ. എല്ലാ ഐറ്റംസും ഫുഡും റൈസും എല്ലാം ഉണ്ട്. ഭക്ഷണമെല്ലാം കഴിച്ച് നേരെ ഉമ്മുൽ ഖൈറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഷാമിൽ. മുത്തുവിനോട് റസിയയോടും ഒരിക്കൽ കൂടി മാപ്പ് പറയുകയാണ്, എന്നോട് ക്ഷമിക്കണം, എന്തെല്ലാം അറബിയമ്മ നിങ്ങളെ കൈവിടൂല ഇൻഷാ അല്ലാ. അങ്ങനെ അതാ അറബിയമ്മയുടെ വീട്ടിൽ റസിയ നിൽക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അവൾക്ക് ആ കൊട്ടാരം കണ്ടിട്ട് കണ്ണ് മഞ്ഞളിക്കുന്ന പോലെയായിരുന്നു അവൾക്ക് തോന്നിയത്. അത്രക്കും പ്രൗഢഗംഭീരമായ ഒരു വീട്, മാഷാ അല്ലാ. പോരാത്തതിന് അറബികളെ സ്വീകരിക്കുക എന്നതിലപ്പുറം അതിഥികളായ ആളുകളെ, വിദേശികളെയാണ് സ്വീകരിക്കുന്നത്. അവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ഫുഡും കാര്യങ്ങളും അതും എല്ലാം കൊടുക്കുന്നു. എന്നാൽ ഷാമിലിൻ്റെ മനസ്സിൽ ഇപ്രാവശ്യം സമാധാനമില്ല, തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയെ ആലോചിച്ചുകൊണ്ട്. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. ഷാമിലിൻ്റെ ഉപ്പയെ സ്ഥാപനത്തിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അദ്ദേഹം ഭാര്യയെ ചോദിക്കുമ്പോൾ എന്തുത്തരം പറയും എന്നുള്ള ഒരു ചിന്തയായിരുന്നു ഷാമിലിന് വന്നത്. റബ്ബേ, ഞാൻ എന്ത് ചെയ്യും? അവൻ ആ യാത്രയിൽ അതിനെക്കുറിച്ച് ഓർത്തു.